ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനോഹരമായ വചനമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 13-ാം വാക്യം. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്തിലൂടെ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. ഈ വചനത്തിൽ പറയുന്ന പ്രത്യാശ, സന്തോഷം, സമാധാനം, ഈ 3 ദൈവവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തെ സമ്പൂർണമായി ആശ്രയിക്കുമ്പോഴാണ്. ഈ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന 3 മുഖ്യ സന്ദേശങ്ങളാണ്. ദൈവം പ്രത്യാശയുടെ ഉറവിടമാണ്. പ്രത്യാശ വെറും ആശയോ സങ്കല്പമോ അല്ല, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലുള്ള ആത്മാർത്ഥമായ വിശ്വാസമാണ്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും ദൈവം വിശ്വസ്തനാണ്. വിശ്വാസം സന്തോഷവും സമാധാനവും നൽകുന്നു. ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ എല്ലായിടത്തും സമാധാനം അനുഭവിക്കാം. സന്തോഷം നമ്മുടെ സാഹചര്യങ്ങളിൽ ആശ്രയിച്ചുള്ളതല്ല, ദൈവം നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നു എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. പരിശുദ്ധാത്മാവിനാൽ നാം പ്രത്യാശയിൽ സമൃദ്ധരാകുന്നു. ഈ പ്രത്യാശ നമ്മിൽ മാത്രം സൂക്ഷിക്കാൻ വേണ്ടതല്ല, അത് മറ്റുള്ളവർക്കും കൈമാറണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് ബലവും പ്രചോദനവും ലഭിക്കുന്നു. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനുമുള്ള കഴിവ് ലഭിക്കുന്നു. ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം. എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസം സൂക്ഷിക്കുക. ദൈവം നമ്മെ കൈവിടുകയില്ല. പ്രാർത്ഥനയിലും വചനത്തിലും അനുഗ്രഹം തേടുക. അതിൽ സത്യമായ സന്തോഷം നമുക്ക് ലഭിക്കും. മറ്റുള്ളവർക്കായി പ്രത്യാശയുടെ അടയാളമായിരിക്കുക. ദൈവത്തിന്റെ സ്നേഹവും കരുണയും പങ്കുവച്ച് നിരാശരായവരെ പ്രോത്സാഹിപ്പിക്കുക. ഈ ദൈവവചനം എന്നത് ഒരു പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ ജീവിത ശൈലിയായിരിക്കണം. ദൈവത്തിൽ നമുക്ക് സമ്പൂർണമായ വിശ്വാസമുണ്ടെങ്കിൽ ദൈവം സന്തോഷവും സമാധാനവും പകർന്നു നൽകും. പരിശുദ്ധാത്മാവിനാൽ നാം പ്രത്യാശയിൽ സമൃദ്ധരാകുകയും ചെയ്യും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.